Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. പ്രതിച്ഛായ നിവിൻ പോളിയുടെ പ്രതിച്ഛായ തിരിച്ചു വരവ് മോനായിരുന്നു. സർവമായയിലൂടെ തിരിച്ചു വന്നു. ബേബി ഗേളിലൂടെ ഒരു വട്ടം തിരിച്ചുപോയി. ഈ പ്രതിച്ഛായയിലൂടെ രണ്ടാമത്തെ വട്ടവും തിരിച്ചുപോയി. ഇപ്പൊ തിരിച്ചു പോക്കുമോൻ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പ്രതിച്ഛായ സ്ട്രീം ചെയ്യുന്നത്. കാട്ടിവെള്ളം, ഊളച്ചായ കാട്ടിവെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞു വെച്ചാൽ അടിപൊളിയായിട്ട് ഒരു ചായ ഇട്ടുതരും, കിട്ടു സാധനമായിരിക്കും. എന്നാൽ ചില വീട്ടില് അവിഞ്ഞ വെള്ളമായിരിക്കും, കാട്ടിവെള്ളം. ഈ സിനിമ കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. ഒരു നിർഗുണ പടം, പൊളിറ്റിക്കൽ ഡ്രാമയാണ്. 2.5 മണിക്കൂറുണ്ട്. അൺസഹിക്കബിൾ. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബേബി ഗേൾ സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് ഇത് വർക്കായില്ല. ഡിറക്റ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി ബി ഉണ്ണികൃഷ്ണൻ. വേറെ വല്ലതും പറയണോ? ഒന്നും പറയണ്ട. 1 സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നിവിൻ പോളി ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, ബാലചന്ദ്ര മേനോൻ ഉണ്ട്, ഹരിശ്രീ അശോകൻ ഉണ്ട്, മണിയമ്പിള്ള രാജു ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് തേങ്ങയില്ല. ഈ സിനിമയുടെ പ്ലോട്ട് ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. സോള കേസും സംഭവം ചുറ്റിപ്പറ്റി ഇതൊക്കെയാണ്. എന്നാൽ ആ ഒരു കോർ പ്ലോട്ടിലോട്ട് പോണത് കുറെ നേരം കഴിഞ്ഞിട്ടാണ്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാ. ഓരോരുത്തര് അത്രയും കൊളാക്കി വെച്ചിട്ടുണ്ട്. നിവിൻ പോളി. നിവിൻ പോളി ഈ മുഖ്യമന്ത്രി ആയിട്ടാണ് ഈ സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയൊന്നല്ല, വെള്ളം അടിച്ചിട്ടൊക്കെ നടക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. പേക്കൂത്തായിരുന്നു, പേക്കൂത്ത്, ലിറ്ററലി പേക്കൂത്തായിരുന്നു. ആൻഡ് ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ അമ്പേ പരാജയം. 1-2 സീൻസിലൊക്കെ കുറച്ച് ഹൈ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിവിൻ പോളി പെർഫോമൻസ് നൈസ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ ആയതിനു ശേഷം ഒരു ഇതുമില്ല, ഒരു ഹൈ ഫീലും ഇല്ല. ആള് സ്ലോ മോഷനിൽ കറുപ്പും വെള്ളയിട്ട് നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്. പ്രേമമല്ല, മുഖ്യമന്ത്രി ആയിട്ട് നടന്നു വരുന്ന സീൻ ഉണ്ട്. ഒരു ഹൈയും ഫീൽ ചെയ്തില്ല, ഒരു ഹൈയും ഫീൽ ചെയ്തില്ല. ഒരു നിർഗുണ ഫീലാണ് തോന്നിയത്. ആൻഡ് ഇതിലത്തെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് മോനെ, നാടകം തോറ്റു പോണ രീതിയിലുള്ള ഡയലോഗ്സ്. ഇതിലൊരു ഹൈ മൊമെന്റ് ഉണ്ടാക്കാൻ സീൻ ഉണ്ട്. മണിയമ്പിള്ള രാജുവായിട്ട് നിവിൻ പോളി പറയുന്നുണ്ട്, ഷറഫുദ്ദീൻ ഭയങ്കര ടെററാണെന്ന് മണിയമ്പിള്ള രാജു പറയുമ്പോ ഞാൻ യാരെന്ന് തെറിയുമാ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഒന്നും തോന്നിയില്ല. ലയൺ സിനിമ നമ്മുടെ ദിലീപ് ഏട്ടന്റെ പടം. അതിൽ ദിലീപ് എനിക്ക് തോന്നുന്നു ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ എന്തോണ്. അങ്ങേര് ചില സീൻസ് നമുക്കൊരു മാസ് അപ്പീൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഔട്ട് ആൻഡ് ഔട്ട് നിർഗുണ ഫീലാണ് തോന്നിയത്. ആളുടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കളിയുണ്ട് മോനെ. എന്റെ അമ്മോ, നാട്ടകം തോറ്റു. അങ്ങനത്തെ ഒരു ഭാര്യയുടെ ആവശ്യമില്ല ഈ പടത്തിൽ. ഇപ്പൊ നിവിൻ പോളി സിംഗിൾ ആയിട്ട് കാണിച്ച എന്തപ്പോ ഇതിൽ അവർ എക്സ്പ്ലോർ ചെയ്യണ? ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇവര് തമ്മിലുള്ള ഡയലോഗ്സ് പറയുമ്പോൾ മറ്റേ ട്രംപിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ മറ്റേ ഭൂട്ടാനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. അങ്ങനത്തെ ഡയലോഗ്സ് ആണ്. അല്ലാണ്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അതൊന്നും കാണിക്കില്ല. പിന്നെ എന്തിനാ കൊച്ചു? വെറും ഡ്രാമാറ്റിക് ഡയലോഗ്സും കൊണ്ട് കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ കൊച്ചു. ഈ സിനിമയിൽ ആകെ മര്യാദയ്ക്ക് പെർഫോം ചെയ്തിരിക്കുന്നത് ബാലചന്ദ്ര മേനോനാണ്. കൊടുത്ത റോള് അങ്ങനെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. ഷറഫുദ്ദീൻ, വൺ ആൻഡ് ഓൺലി ഷറഫുദ്ദീൻ. ഈ സിനിമയില് നായകൻ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്, വില്ലനും സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ലൂസിഫർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയെന്ന്. കുറെ സീൻ എത്തുമ്പോ അങ്ങനെ തോന്നിയില്ല. ടുവേർഡ്സ് എൻഡ് ആകുമ്പോ അതേപോലെ തന്നെ തോന്നി. നായകനും സ്റ്റീഫൻ നെടുമ്പള്ളി ടച്ച് ഉണ്ട്, വില്ലനിലും സ്റ്റീഫൻ നെടുമ്പള്ളി ടച്ച് ഉണ്ട്. ഏത് നേരവും കുറെ റോൾസ് റോയ്സ്, BMW, അതേപോലെ തന്നെ കുറെ മറ്റേ റേഞ്ച് റോവർ, സ്ലോ മോഷൻ, കോട്ടും സൂട്ടും, ഒരു അവിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതാണ് ഷറഫുദ്ദീനുള്ളത്. മറ്റേ സട്ടിലായിട്ടുള്ള കൊടൂർ ക്രൂര വില്ലനിസമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല ഷറഫുദ്ദീനെ കൊണ്ടൊന്നും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു. ഷറഫുദ്ദീന് കൊടുത്ത ഡയലോഗ്സും ആളുടെ ചില സമയത്ത് കോപ്പറായി തരും. നാടകം പോലെയാണ് തോന്നിയത്. എത്ര സീനിലാണെന്നറിയ ഈ സ്ലോ മോഷൻ കുത്തിക്കയറ്റിയിട്ട് മറ്റേ സലീം കുമാർ ചതിക്കാത്ത ചന്തുല് പറയുന്ന പോലെ, പുക എന്റെ അണ്ണാക്കി കുത്തിക്കയറ്റി പറയുന്ന പോലെ സ്ലോ മോഷൻ ഇട്ട് കുത്തിക്കയറ്റി നാട്ടുകാരെ വെറുപ്പിക്കുക. ഇതില് നമ്മുടെ നിവിൻ പോളിയുടെ ഏട്ടനായിട്ട് നിശാന്ത് സാഗർ ഉണ്ട്. ആളുടെ ഭാര്യയായിട്ട് RJ വിജിതയാണ് അഭിനയിച്ചിരിക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരൻ. രണ്ടും ലോക കോമാളികൾ. ഭർത്താവ് എങ്ങനെയാണോ അതിന് പറ്റിയ ഭാര്യ. നിശാന്ത് സാഗർ ഒക്കെ പക്ക കോമഡി പീസ്. എന്തിനിങ്ങനത്തെ ഒരു ക്യാരക്ടർ? ആൻഡ് ഇതിലെ കോർ പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ, സോള കേസാണ്. പകരം ഇതിലെന്താണ് വൈറ്റ് സാൻഡ് കേസ് എന്തോ. ആ കൊച്ചായിട്ട് നമ്മുടെ ആനഗസ്റ്റിനാണ്. 2 ഡയലോഗോ 3 ഡയലോഗോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഡയലോഗിന് വേണ്ടി ഒരു ക്യാരക്ടർ. അച്ഛൻ മകൻ ബന്ധത്തില് 1-2 സീൻസിൽ മാത്രമാണ് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയത്. ബാക്കി അതുമില്ല.
അതുമില്ല. ആൻഡ് ഇതിൽ ഓൾമോസ്റ്റ് സീൻസ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആണ്. നിവിൻ പോളി എന്തിനാ അങ്ങനെ ചെയ്തു, എന്തിനു എന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തു, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 2.5 മണിക്കൂർ റബ്ബർ ബാൻഡിനെ പോലെ വലിച്ചു നീട്ടി കൊണ്ടേ പോലെയാണ് പല സ്ഥലത്തും തോന്നിയത്. എനിക്ക് ബാലചന്ദ്രൻ മേനോൻ മാത്രമാണ് ഈ സിനിമയിൽ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്തപ്പോൾ തോന്നിയത്. വേറെ ഒറ്റ മനുഷ്യൻ തോന്നിയില്ല. ഹരിശ്രീ അശോകന് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു ചൊറിയൻ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് പോലും ഇല്ല. പിന്നെ അങ്ങേര് എന്ത് പെർഫോം ചെയ്തില്ലെങ്കിൽ എന്ത്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പറയുമ്പോൾ 2 പാർട്ടീസ് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും എല്ലാ പടത്തിലും ഉണ്ടാവുക. ഇതിൽ മറ്റേ പാർട്ടി ഇല്ല. എന്തോ ഒരു സീൻ കഴിഞ്ഞ് മറ്റേ പാർട്ടി എന്താ ചായ കുടിക്കാൻ പോയാ. സായ് കുമാറിനെ 1-2 സീനിൽ കാണിക്കുന്നുണ്ട് മറ്റേ പാർട്ടിയുടെ ആളായിട്ട്. വേറെ ഒന്നുമില്ല ഇതില്. മറ്റേ പാർട്ടിക്ക് ഈ സിനിമയിൽ റോളേ ഇല്ല. നിവിൻ പോളിക്കും പറ്റിയ പണി എന്റർടൈനേഴ്സ് ചെയ്യാന്നുള്ളതാണ്. ഈ മറ്റേ വിപിൻ ദാസിന്റെ ഒപ്പോ ഗിരീഷ് ഷേഡിയുടെ ഒപ്പോ അവരുടെ ഒപ്പം ഒക്കെ പടം ചെയ്യുക. അല്ലാത്ത ഈ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ പറ്റാത്ത ട്രൗസർ ഇടുന്ന പോലെയാണ്. ടൈറ്റ് ആയാലും ബുദ്ധിമുട്ടാണ്, ലൂസ് ആയാലും ബുദ്ധിമുട്ടാണ്. അണ്ണനെ കൊണ്ടൊന്നും സീരിയസ് ക്യാരക്ടേഴ്സ് ഒന്നും പറ്റില്ല. എന്റർടൈനേഴ്സ് ചെയ്യിപ്പിക്കുക, ആൾക്കാരെ കുടുകുടാ ചിരിപ്പിക്കുക, കംബാക്ക് തരിക. അതാണ് നിവിൻ പോളിക്ക് പറ്റിയ പണി. പല സീൻസും നിർഗുണ ഫീലാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയത്. എനിക്ക് ബേബി ഗേൾ പിന്നെ ഒരു മിഡ് പടമായി തോന്നി. ഇത് അതും തോന്നിയിട്ടില്ല. ഇത് എനിക്ക് ഭയങ്കര ബോറിംഗ് ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. വേണമെങ്കിൽ കണ്ടു നോക്കുക. ബി ഉണ്ണികൃഷ്ണനൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്. ആള് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ഏതോ ഇന്റർവ്യൂല് നെഗറ്റീവ് റിവ്യൂസ് വന്ന എനിക്കെന്താ, ഞാൻ നാളെ ടൂറിന് പോവാണ്, എന്നെ ബാധിക്കാം. നാട്ടുകാരെയാണോ പിന്നെ ബാധിക്കാൻ പോണേ? നാട്ടുകാര് വീട്ടിൽ പട്ടിണിയാവോ ബി ഉണ്ണികൃഷ്ണന്റെ പടം പൊട്ടിയാ? ഇല്ലല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബാധിക്കുന്നത് നിങ്ങളെ മാത്രം, നമ്മൾ ആരും ബാധിക്കില്ല. നമ്മൾ കാശ് പോവും, നമ്മുടെ അത്ര തന്നെ ഉള്ളൂ. കുറെ കഴിഞ്ഞ് നമ്മൾ ബി ഉണ്ണികൃഷ്ണന്റെ പടത്തിന് തന്നെ പോവാതാവും. അണ്ണാ കുറച്ച് നിങ്ങൾ തന്നെയല്ലേ ഈ ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏജാതി പെട്ട സാധനം വരുന്നതൊക്കെ അപ്ഡേറ്റ് ആവണ്ണ. സോ പ്രതിച്ഛായ ദ ഊളച്ചായ ഒക്കെ കാടി വെള്ളം സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.